കേരള സമ്പദ് വ്യവസ്ഥയെ ഇളകാതെ പിടിച്ചു നിർത്തുന്ന പ്രവാസികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തണം. ഇതിന് മാത്രമായി പ്രത്യേക നിധി രൂപീകരിക്കണം. നിലവിൽ രക്ഷിതാവ് പ്രവാസിയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടമാകുന്ന സ്ഥിതിയാണ്. കുടുംബത്തിൻ്റെയും നാടിൻ്റെയും സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ ജീവിതം ഹോമിക്കുന്നവരാണ് പ്രവാസികൾ. പ്രവാസം കൊണ്ട് രക്ഷപ്പെട്ട ഏതാനും പേരെ നോക്കി ഭൂരിപക്ഷം വരുന്ന പ്രവാസികളുടെ മക്കൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകളിൽ പ്രവാസികളുടെ അപേക്ഷകൾക്ക് വേഗത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഓൺലൈൻ സംവിധാനം പൂർണ്ണമായി എന്നവകാശപ്പെടുമ്പോഴും അപേക്ഷകളും ഫോട്ടോയും ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളും നൽകേണ്ട സ്ഥിതിയാണുള്ളത്. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ഏതാനും ദിവസത്തെ ലീവിന് വരുന്ന പ്രവാസികൾക്ക് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. കൂടാതെ കാലങ്ങളായി ആവശ്യപ്പെടുന്ന അമിതമായ ഫ്ലൈറ്റ് നിരക്ക് വർധന നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണം. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാർ നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കണം. വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ മടങ്ങിയെത്തുന്നവർ പലപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. ഇവർക്ക് ശരിയായ പിന്തുണ ലഭിച്ചാൽ വർഷങ്ങൾ കൊണ്ട് അവർ നേടിയ നൈപുണ്യം നാടിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാവുകയും ചെയ്യും. കുറഞ്ഞ പലിശ നിരക്കുള്ള വായ്പകൾ, പ്രവാസികൾക്കായുള്ള ബിസിനസ് ഇൻക്യുബേഷൻ കേന്ദ്രങ്ങൾ, പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ആരോഗ്യ ഇൻഷുറൻസ്, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കരുതെന്ന് പ്രവാസി സമൂഹത്തിനു വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്.